ഞാൻ പറഞ്ഞില്ലേ എന്റെ പുന്നാരനിയത്തി ഇവിടെ തന്നെ കാണുമെന്ന്. നിന്നെ എപ്പ കെട്ടിയെടുത്തു? കെട്ടിയെടുത്തില്ലെങ്കിൽ എനിക്കല്ലേ റോണിച്ചായ നഷ്ടം. ജമാലിക്ക ഓരോ പ്രാവശ്യം കൊണ്ടുവരുന്ന സാധനങ്ങള് അച്ചായൻ വല്ലയിടത്തും പോരുന്ന സ്മോളും വീശി മറന്നിട്ടോണ്ട് പോരും. എന്താണ് ഇവളീ പറയണേ? ഒന്നുമില്ലെന്റെ ഉമ്മ. കഴിഞ്ഞ പ്രാവശ്യം ഇവൻ റീനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു സാരി ഞാൻ എവിടെയോ മറന്നു വെച്ചു. അതിനെ കുറിച്ച് പറഞ്ഞ കാലം പോന്ന പോക്കെ. സ്വന്തം വീട്ടിൽ പോലും ഒരു വെയിറ്റ് വേണമെങ്കിൽ കൈക്കൂലി കൊടുക്കേണ്ട സ്ഥിതിയാ. എന്ത് ചെയ്യാം? പതിവുള്ള കോട്ട കൊടുത്തേക്കാം. ഇത് റീനയ്ക്ക്, ഇത് തന്നെ. രണ്ടും ഒരേ ക്വാളിറ്റിയാണ്, ഒരേ വിലയും. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ രണ്ടും കൂടി തമ്മി തല്ലണ്ട. ഇത് ഉമ്മയ്ക്ക്. കോഴിക്കറിയുടെ മണം വരുന്നുണ്ടല്ലോ. അയ്യോ, ഒന്നും അറിയാം മക്കളെ. ഇപ്പോഴെങ്ങും വിളമ്പണ്ട. സാവകാശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വിളമ്പിയാ മതി. ഏതായാലും ഐശ്വര്യമായിട്ട് കൈക്കൂലിയെന്നല്ലേ, ഞങ്ങളും കൂടെ സഹായിക്കാം. ഇത് സഹായിക്കാൻ പോകുന്നല്ല. ഇപ്പൊ കൊണ്ടുവന്ന് ഡ്രസ് ഇട്ടു നോക്കാൻ വേണ്ടി പോവുക. ഇവളുമാരെ നമ്മക്കറിഞ്ഞൂടെ? ഓരോ തവണയും വീട്ടിൽ നിന്ന് പോകുമ്പോ ഉമ്മയോട് പറയുന്ന സ്ഥിരം വാക്ക ബിസിനസ് സംബന്ധമായ യാത്ര, എക്സ്പോർട്ട്, ഇമ്പോർട്ട്. പാവം ഉമ്മ, എത്ര നാളാ നമ്മളീ എന്നുള്ള പറഞ്ഞ് പറ്റിക്കുന്നേ. ഈ കുറുക്ക് വഴി ഉപേക്ഷിച്ച് റോണിയും ജമാലും യഥാർത്ഥത്തിലുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് തുടങ്ങുന്നത് വരെ ഇത് പറഞ്ഞേ പറ്റൂ. നീ വാ, കോഴിക്കറി നമ്മളെ വെയിറ്റ് ചെയ്യുന്നു. പത്മനാഭയ്യരെ സ്വർണവുമായി പിടിച്ചു എന്ന് പറയാനാണോ താൻ കസ്റ്റംസ് ഇരിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യാനാണ് പെട്ടു? പട്ടൊരു സ്വർണ്ണമായി വരുന്നുണ്ടെന്ന് അരവിന്ദാഷിന് ആരോ ഇൻഫർമേഷൻ കൊടുത്തു. ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടും അവൻ അയാളെ വിട്ടില്ല. വിട്ടില്ല എന്ന് പറയാൻ എളുപ്പമാ. മദ്രാസിലിരിക്കുന്ന കാളിയപ്പാജിയോടെ സമാധാനം പറയേണ്ടത് താനല്ല, ഈ ഞാനാ. അതല്ല ചേട്ടാ, നമ്മൾ ഇത്രയും സീക്രട്ടായിട്ട് പ്ലാൻ ചെയ്ത കാര്യം അതെങ്ങനെ ലീക്ക് ഔട്ടായി? നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒറ്റുകൊടുത്തിരിക്കാൻ വഴിയില്ല. ആരായിരുന്നു ഇൻഫോർമർ? അറിയില്ല ബ്രിട്ടോ. അറിയില്ല എന്ന് പറയാനല്ല, തനിക്ക് മാസാമാസം കിമ്പിള് എണ്ണി തരുന്നത്. കണ്ടുപിടിക്കണം. എനിക്ക് നോ എന്ന ഉത്തരം ഇഷ്ടമല്ല. ഇനിയിപ്പോ പോലീസ് നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് ഒരുപാട് റഷീദ്. അതെന്താ? അതല്ല, ആ പട്ടരം എല്ലാം പറഞ്ഞ് അരവിന്ദാച്ചൻ പഠിച്ച പണി 18 നോക്കിയിട്ടും അയാൾ കമാന്ന് ലക്ഷം പറഞ്ഞില്ല. ഞങ്ങൾ ഇത്രയും പേരുണ്ടായിട്ടും പുതിയൊരാളെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് ഒട്ടും ശരിയായില്ല. പട്ടരുടെ ആദ്യത്തെ ഓപ്പറേഷന് അതും ചീറ്റി. ടേക്ക് ഇറ്റ് ഈസി ഡാനി. ഒന്ന് കാണാതെ ബ്രിട്ടോ മറ്റൊന്ന് ചെയ്യില്ല. എന്തായാലും പട്ടര് കസ്റ്റംസ് കസ്റ്റഡിയിൽ ഇരിക്കുന്നത് അപകടമാണ്. ഒരു കാര്യം ചെയ്യാം, അങ്ങ് തട്ടിക്കള. അത് കൊള്ളാം. കേസ് അരവിന്ദാഷിന്റെ പേരിലായിക്കൊള്ളും. ലോക്കപ്പ് മർദ്ദനം എങ്ങനെ? അത് വേണ്ട. പട്ടര നമുക്ക് ഇനി ആവശ്യമുണ്ട്. ആരെ കൊല്ലണം കൊല്ലണ്ട എന്ന് തീരുമാനിക്കേണ്ടതേ അപ്പാജിയാണ്. തൽക്കാലം കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ മതി. ഹലോ ഹലോ. അടുത്ത ആഴ്ച വേറെ പരിപാടിയുണ്ട്, അവരെ അറിയിക്കാം. ഓക്കെ ഓക്കെ, ഡൺ. സീ യു. ഓക്കെ, ബൈ ബൈ. സാധനം അലക്സിന്റെ കയ്യിൽ എത്തിക്കുന്നവരെ ടെൻഷനായിരുന്നു. പെൻഷൻ അടിച്ചതിന്റെ ചിക്കിലി കിട്ടിയില്ലടാ. റിസ്ക് എടുത്തിട്ടുള്ളവർ മാത്രമേ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. എന്റെ വാപ്പ ഒത്തിരി റിസ്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എവിടെ രക്ഷപ്പെട്ടത്? കുറച്ചൊക്കെ ഭാഗ്യവും കൂട്ടിലുണ്ടാവണം. ഭാഗ്യം. ഞാൻ വാപ്പയെ പോലൊരു കള്ളക്കടത്തുകാരനാകരുതെന്നായിരുന്നു ഉമ്മയുടെ പ്രാർത്ഥന. പാവം ഉമ്മയും കാണുന്നറിഞ്ഞ ചങ്ക് പൊട്ടിച്ചാവും. എന്റെ പെങ്ങളെ ആരുടെയെങ്കിലും കയ്യിലൊന്ന് പിടിച്ചു കൊടുക്കാന്ന് വിചാരിച്ച കഴുത്തറക്കുന്ന സ്ത്രീധനാ ചോദിക്കുന്നേ. ചന്തയിൽ മാടിനെ നിർത്തി വില പേശുന്ന പോലെ. വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ ഞാൻ ഈ പണി ചെയ്യുന്നേ. സ്വന്തം ജീവൻ പണയം വെച്ചുള്ള ഞാനിന്മേൽ കളി. നമ്മളെപ്പോലെ തന്നെയാടാ എല്ലാവരുടെയും ഗതി. ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നം. ഇവിടെ ആരും കള്ളക്കടത്തുകാരനായി ജനിക്കുന്നില്ല. സാഹചര്യം അവനെ അങ്ങനെ ആക്കി തീർക്കുന്നു. പെങ്ങന്മാർക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒരു ചാൻ വയറിനു വേണ്ടിയും. ആ കുപ്പായം നമ്മളും ധരിച്ചു. അത് ഉപേക്ഷിക്കാൻ കർത്താവ് എപ്പ പറയുന്നുവോ അപ്പ ഞാൻ റെഡി. നമ്മുടെ കാര്യം വിടറ. ജമീലയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? ഈ മാർച്ചിൽ 20 തികയും. എന്റെ റീനമോൾക്ക് 19 കഴിയും. അച്ഛനും അമ്മയും കാർ ആക്സിഡന്റിൽ മരിച്ചതിന് ശേഷം അവളുടെ എല്ലാം ഞാനായിരുന്നു. ജമീലയ്ക്ക് ഞാൻ ഒരു നിക്കാഹ് ആലോചിച്ചിരിക്കുക. ചന്തക്കടവിൽ ഒരു സ്പെയർ പാർട്സ് കടയാ പയ്യന്. എങ്കിലിത് പ്രൊസീഡ് ചെയ്യാം. ജമീലയുടെയും റീനമോളുടെയും കല്യാണം കഴിഞ്ഞാ പിന്നെ നമ്മൾ ആരാടാ?
ഫ്രീ ബേർഡ്സ് ആകാശത്തിലെ പറവകളെ പോലെ പറന്നു